ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു ഡെയിലി വ്ളോഗാണ്. ഇപ്പോൾ മോർണിംഗ് ആണ്, സമയം അറൗണ്ട് ഒരു 8 മണിയായിട്ടുണ്ട്. എനിക്ക് നേരം വൈകി, കാരണം ചേട്ടൻ പുലർച്ചെ പോയി. ഇന്ന് ഏകാദശി ആയതുകൊണ്ട് നേരത്തെ പോയി 3:30 ആയപ്പോഴേക്കും ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്കല്ല, ഗുരുവാർക്ക് പോയി, ഡ്യൂട്ടി ഉണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ. ഇന്ന് എനിക്ക് വ്രതം ഉണ്ട്, ഏകാദശി വ്രതം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഏകാദശി വ്രതം എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 4ാമത്തെ വർഷമാണിത്. ഇതുവരെ എടുത്തിട്ടില്ല, കാരണം ഫസ്റ്റ് ഇയർ കല്യാണമായിരുന്നു. ഫസ്റ്റ് ഇയർ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇയർ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൂരത്തേക്ക് പോകണം. അതിനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമല്ലായിരുന്നു. ഓരോന്നൊക്കെ മുടക്കും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പിന്നെ സെക്കൻഡ് 2 വർഷം പ്രഗ്നൻസി ആയിരുന്നു, 2 വർഷം അടുപ്പിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് 4ാമത്തെ വർഷമാണിത്. അപ്പോൾ ഈ വർഷം തൊട്ട് എല്ലാം എടുക്കാമെന്ന് കരുതി. തൊട്ടുകാർ ഏകദേശം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകദേശം എന്തെങ്കിലും എടുക്കാമെന്ന് കരുതി. അപ്പോൾ മോർണിംഗ് കുളിക്കാൻ വന്നെടുക്കുകയാണ്. നേരത്തെ കുളിക്കണം. സാധാരണ നേരത്തെ കുളിക്കാറില്ല, കാരണം ഉണ്ണിയാളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ കുളിക്കാറുള്ളൂ, അല്ലെങ്കിൽ നമ്മളാകെ മുഷിയുമല്ലോ. അപ്പോൾ ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഇന്ന് എടുക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് എനിക്ക് കുളിച്ച് ഇനി ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എങ്ങനെയാണ് എന്താ ഒന്നും പറഞ്ഞുകൂടാ. ആ സമയത്ത് ചേട്ടൻ്റെ അമ്മ എല്ലാ വർഷവും എല്ലാ ഏകാദശിയും കൃത്യം മുടങ്ങാടെടുക്കും. ഞാൻ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ചേട്ടനമ്മ എല്ലാവട്ടും എടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അമ്മേനെ കൂടെ ഞാനും എടുക്കാമെന്ന് കരുതാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെതായ ഒരു വ്ളോഗായിരിക്കും. അതായത് ഏകാദശി വ്രതവും എങ്ങനെ എടുക്കണേന്നുള്ളതും എങ്ങനെയാണ് എന്താ എന്നുള്ളതൊക്കെ എനിക്കും അറിഞ്ഞുകൂടാ. സോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ആദ്യം എടുക്കണതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ എടുക്കാമെന്ന് കരുതി. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ കംപ്ലീറ്റ്ലി പോയി കിടക്കുകയാണ്. ഉണ്ണിനോട് സംസാരിച്ചും സൗണ്ട് എടുത്തും അലറിയിട്ടൊക്കെ. പിന്നെ 2 ആൾക്കാരുടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നല്ല നമ്മൾ രാത്രിക്ക് എടുത്താൽ ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയാണ് കിടക്കുക. 2 സൈഡിലായിട്ടൊക്കെ എടുത്താൽ. പക്ഷെ ഇവർ നന്നായിട്ട് റോൾ ചെയ്യണോണ്ട് എനിക്ക് വരുമ്പോൾ ഇങ്ങനെ കിടക്കും. കുറച്ച് സമയം എടുത്ത് കിടത്തിയാലും അങ്ങോട്ടാവും. അപ്പോൾ പിന്നെ കൊച്ചു എനിറ്റുണ്ട്. അപ്പോൾ കൊച്ചുവിനെ എനിറ്റിട്ട് പാലൊക്കെ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് സംഭവമുണ്ട്. തീരെ ഉറക്കം ശരിയായിട്ടില്ല. ചേട്ടൻ നേരത്തെ പോകണോണ്ട് ചേട്ടനൊരു 5 മണിയായപ്പോൾ പോയിട്ടുണ്ട്, 3:30 ആയപ്പോൾ എനിറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3:30 എനിറ്റപ്പോൾ എല്ലാവരും എനിറ്റു, കൊച്ചു എനിറ്റു, ഉണ്ണി എനിറ്റു. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ നൈറ്റ് ഉറക്കവും ശരിയായില്ല. അപ്പോൾ എന്തോ പോലെ മോർണിംഗ് എനിറ്റപ്പോൾ ആകെ ഒരു മൂടിക്കെട്ടിൽ. ലേറ്റായി ആവുകൊണ്ട് ഉണ്ണി എനിക്കാൻ ലേറ്റായി. അത് കഴിഞ്ഞിട്ട് അവൻ പിന്നെ ചേട്ടൻ മുറിക്കേണ്ടാണ് ഉറങ്ങിയത്. 5 മണിയായിട്ടാണ് ഉറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ എനിട്ടുള്ളൂ, ഒരു 8 മണിക്ക് എടുത്തായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ വേഗം അവന് താഴത്ത് എത്തിച്ച് അവന് ഫുഡ് കൊടുത്തു, ജസ്റ്റ് പാല് കൊടുത്തു. പാല് കുപ്പിലാക്കി കൊടുത്തിട്ട് ടീ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ വേഗം മുളിക്കുന്നത്. വേഗം കുളിച്ചിട്ട് താഴത്തേക്ക് പോകണം. ഏകദേശം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, വ്രതവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ചേട്ടൻ പോയതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നിങ്ങളെൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ ആർക്കെങ്കിലും റിലേറ്റബിളായിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ പറയണം. അതായത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ അത് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ടൈം കളയണില്ല, വേഗം പോയി കുളിച്ചിട്ട് താഴത്തേക്ക് ചെല്ലട്ടെ. എന്തൊക്കെയോ സംഭവങ്ങളും പരിപാടി. ഇപ്പോൾ ഞാനും അമ്മയായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള പോലത്തെ ഫുഡ് വെച്ചാൽ മതി. ഇതല്ലെങ്കിൽ വേറെ ചേട്ടനും കൂടി ഉണ്ടെങ്കിൽ ചേട്ടന് കൊടുക്കണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഫുഡ് വയ്ക്കേണ്ടി വരും. അതായത് ചേട്ടനുള്ളതും ഞങ്ങൾക്കുള്ളതും. ഏകദേശം സെപ്പറേറ്റ് ആണല്ലോ, അതിൽ സെപ്പറേറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആണല്ലോ. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് പോയി നോക്കി വരാം. അപ്പോൾ അങ്ങനെ ഞാൻ കുളിച്ച് താഴെ എത്തിയപ്പോൾ അമ്മ ഇതേപോലെ ഇതെന്താ നമ്മുടെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പുണ്യാഹല്ലേ, അതുപോലെ കുറച്ച് വെള്ളത്തിൽ തുളസിയും പിന്നെ വേറെ എന്തൊക്കെയോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെറും വയറ്റിൽ കുടിക്കണം എന്ന് പറഞ്ഞു. അത് കുടിച്ചിട്ടാണ് വ്രതം സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് 3 വട്ടമായിട്ട് കുടിച്ചിറക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ചെറുതായി തിരിച്ച് കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എൻ്റെ കുറച്ച് നേരമായി. പിന്നെ അത് ഈ ഒരു ചന്ദനത്തിൻ്റെ ടേസ്റ്റൊക്കെയുള്ള വെള്ളം കുടിച്ചപ്പോൾ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡി ആയിട്ട് രാവിലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചു ഉണർന്ന് കിടക്കായിരുന്നു. അതുകൊണ്ട് കൊച്ചുവിനെയും കൊണ്ട് ഞാൻ താഴത്തേക്ക് പോന്നു. അതല്ല, അവനവിടെ കിടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആമിനെയും കൂടി ഏൽപ്പിക്കും. അപ്പോൾ അവനെ കൊണ്ട് വന്ന് ഉണ്ണിക്ക് ടീ വെച്ച് കൊടുത്തതാണ്. ഉണ്ണി പിന്നെ ഏതോ ഒരു വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കൊച്ചു അത് അവൻ കിടന്ന് കാണുന്നുണ്ട്. പിന്നെ രാവിലെ അരി ഭക്ഷണം നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്മാവാണ് മോർണിംഗ് കഴിച്ചത്. ഞാൻ പൊതുവേ ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ ഉപ്മാവൊന്നും ഉണ്ടാക്കില്ല, കാരണം ചേട്ടന് ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ വ്രതമായതുകൊണ്ടും പിന്നെ ചേട്ടനുമില്ലല്ലോ. അപ്പോൾ ഉപ്മാവാണ് അമ്മയ്ക്കും എനിക്ക് ഉണ്ടാക്കിയത്. റവ കൊണ്ടുള്ള ഉപ്മാവായിരുന്നു. അങ്ങനെ അത് കഴിച്ചു.
ഇനി നമുക്ക് കൊച്ചുവിൻ്റെ കുറച്ച് അഭ്യാസ പ്രകടനങ്ങൾ കാണാം. ആൾ ഇരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. എന്നുവെച്ചാൽ മുട്ടുമ്പോൾ നിൽക്കാനും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഉച്ചയ്ക്കും നമ്മൾ അരിഭക്ഷണം കഴിച്ചിരുന്നില്ല. ഉച്ചയ്ക്ക് ഗോതമ്പിൻ്റെ കഞ്ഞിയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത്. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ ഉള്ളിടാൻ പാടില്ല, അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കറിയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് വ്രതം എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഉപവാസം പോലെ, അതായത് ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അരിഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കിയിട്ടും കഴിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. പാലും ഫ്രൂട്ട്സും മാത്രം കഴിച്ചിട്ടും എങ്ങനെയായാലും. പിന്നെ മെയിൻ കാര്യം നമ്മൾ ഈ ഒരു ഉപവാസം എടുക്കുമ്പോൾ ഉറങ്ങരുത്, അതാണ് മെയിൻ കാര്യം. രാവിലെ പകൽ സമയങ്ങളിൽ ഉറങ്ങാൻ പാടില്ല, അതാണ് വ്രതമൊക്കെ എടുക്കുമ്പോഴത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഇതൊക്കെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാട്ടോ. എനിക്കിതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ ഒന്ന് നിങ്ങളോടും കൂടി പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഏകാദശി സംബന്ധമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉണ്ണികളുടെ കുറച്ച് കലാവിരുദ്ധം, അതായത് കലാപരിപാടികളും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ കൊച്ചു കിടന്നിട്ട് അവനിപ്പോൾ എല്ലാതും ഭയങ്കര കളിനോടൊരു ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. ആ സമയം ഉണ്ണിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവൻ ഇപ്പോഴും ഇരുന്ന് കളിക്കില്ല. കൊച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാനൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയാണ് നമ്മൾ ഉണ്ണികളെ കുളിപ്പിക്കണേ ആ ഒരു എന്താ പറയുക, ആ ഒരു സംഭവം എടുത്തു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിടിച്ച് അവൻ കളിക്കാനിരുന്നിട്ട് പിന്നെ അങ്ങനെ സന്ധ്യയൊക്കെ ആയപ്പോൾ അമ്മ വിളക്ക് കൊളുത്താണ്. ഈ ഒരു വ്രതവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 നേരത്തെ ഫുഡിനെ കഴിച്ചിട്ടുള്ളൂ. ഇടനേരങ്ങളിലൊന്നും കഴിച്ചിരുന്നില്ല. പിന്നെ ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം വ്ളോഗിങ് ഒന്നും ചെയ്തൊന്നുമില്ല. പിന്നെ നൈറ്റ് പിന്നെ ചപ്പാത്തിയും അതുപോലെ തന്നെ ഉച്ചക്കലത്തെ സെയിം കറിയും പിന്നെ ഇത്തിരി നാളികേര ചമ്മന്തിയും കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് ഏകാദശി വ്രതം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. വിചാരിച്ച പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമില്ല. എന്നാലും മോർണിംഗ് ആയപ്പോഴേക്കും വയറ്റിൽ ഗ്യാസ് കയറി പോലെയൊക്കെ ആയി. കാരണം എനിക്ക് ഓൾറെഡി ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. അതൊരു ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിച്ചിട്ട് വേണം ഇനി ഏകാദശി വ്രതം മുറിക്കാനായിട്ട് എന്ന് തോന്നണം. അപ്പോൾ ഞാനിപ്പോൾ കുളിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഇനി കുളിച്ചിട്ട് നമുക്ക് താഴെ പോയിട്ട് ഏകാദശി വ്രതം മുറിക്കാം. അങ്ങനെ കുളിച്ച് താഴത്തെത്തി. വ്രതം മുറിക്കേണ്ടത് ഇതുപോലെ തന്നെ വെള്ളത്തിൽ അരി ഇട്ടിട്ടാണ്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാ. അപ്പോൾ അതും കുടിച്ചിട്ട് നമ്മൾ വ്രതം കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിരിക്കണം ഈ ഒരു ഫസ്റ്റ് വ്രതം. അപ്പോൾ ഇനിയും എടുക്കാൻ പറ്റട്ടേന്ന് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും വ്ളോഗ്സിലൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.